യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണല്ലോ ഈ കൊല്ലത്തെ യോഗദിന സന്ദേശം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെയാണ് യോഗ എന്നതിൻ്റെ പേരിൽ നമ്മൾ പലരും യോഗ തുടങ്ങാനും പഠിക്കാനും എല്ലാം മടിക്കാറുണ്ട്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വളരെ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള വളരെ പുരോഗമിച്ചിട്ടുള്ള ഒരു വ്യായാമ മുറ തന്നെയായിട്ട് നമുക്കിന്ന് യോഗയെ എടുക്കാം. മറ്റു വ്യായാമങ്ങളെ അപേക്ഷിച്ചിട്ട് യോഗയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓരോ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അതോടൊപ്പം ശ്വാസത്തിലും ബ്രെത്ത് കൺട്രോളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ശരീരത്തോടൊപ്പം മനസ്സിൻ്റെയും ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ. റെഗുലറായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾക്ക് എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വേണ്ട, വളരെ ചുരുക്കം സമയം മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, വളരെ പോപ്പുലറായിട്ടുള്ള സൂര്യ നമസ്കാരം തന്നെ ചെയറിലിരുന്ന് പോലും, ആരോഗ്യമില്ലാത്തവർക്ക് ചെയറിലിരുന്ന് പോലും നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷൻസ് വളരെ ശാസ്ത്രീയമായുള്ള ഗവേഷണത്തിൽ കൂടെ തന്നെ യോഗയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും റെഗുലറായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരോഗ്യമുള്ളൊരു സമൂഹത്തെയും വാർത്തെടുക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് ആവട്ടെ ഈ അന്താരാഷ്ട്ര യോഗ ദിനം.